നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു ചെറിയ ബേബി ഫ്രോക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളുടെ ഇൻഹൗസിൽ തന്നെ ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ, ഹാൻഡ് വർക്കിൻ്റെ ബോർഡേഴ്സ് കൊടുത്തിട്ട് ചെറിയൊരു യോക്ക് പോർഷനിലേക്ക് പിൻടെക്ക്, ബാക്കിലേക്ക് ബെൻവി നെക്ക്, നല്ല ഭംഗിയുള്ള ഒരു ടൈ. ഇതിങ്ങനെ നമുക്ക് സിബായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഇത് 2 വയസ്സിൻ്റെയൊക്കെ ഏജിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ്. ഇത് ഈ മെറ്റീരിയൽ വിത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴേക്കും 2550 ആണ് വരുന്നത്. അതിൻ്റെ ക്ലോത്താണ് ഈ നെറ്റ് വരുന്നത്. ഈ ഒരു നെറ്റും സാറ്റിനും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് സെറ്റ് ചെയ്തത്. 2250. ഇതൊരു ബേബി പിങ്ക്, ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് വെച്ച് നമ്മൾ ഫ്രോക്ക് 2 മുതൽ 3 ഒരു ഏജിലുള്ള പറ്റിയിട്ടുള്ള കാറ്റഗറിയിൽ വന്ന കുട്ടികളുടെയാണ്. ഇത് നെറ്റ് സീത്രൂ ആയിട്ട് വന്നു. ഇത് സ്ലീവ് ഒരു ചെറിയ ക്യാപ്പ് സ്ലീവ് ഗ്യാതേഡായിട്ട് 1850 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്ലെയിൻ നെറ്റ്, താഴോട്ട് വീണ്ടും ആ ഒരു ഷൈനിങ്. ഇത് ശരിക്കും ഒരു ഗിൽട്ട് പോലുള്ളൊരു ഇതാണ്. ബാക്ക് ഇങ്ങനെ വരുന്നു. നല്ലൊരു ബോയും ചെറിയൊരു ടൈയൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ ഇൻ ഹൗസിൽ ഡിസൈനേഴ്സിൻ്റെ ഒരു ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വരുന്നത് ഇത് തന്നെ. വർക്ക് മെറ്റീരിയൽ ഇത് വരുന്നു. പ്ലെയിൻ, ഇതിനോട് ചേർന്ന് പോകുന്ന കളറ് സാറ്റിൻ. ഇതൊരു മഡ് പീച്ച് അങ്ങനെ വന്നിട്ടുള്ളൊരു ഡിസൈൻ. നല്ലൊരു സിൽവർ ഷൈനിങ്, സ്റ്റാർ ടിങ്കിൾ. ആ ഫ്രോക്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സെയിം ഡിസൈനിൻ്റെ തന്നെ കളർ ചേഞ്ചാണിത്. ഇപ്പം നിങ്ങൾക്കൊരു ഒക്കേഷൻ വരുമ്പോഴേക്കും, ഒരു ബർത്ത്ഡേ പാർട്ടി കുട്ടികളുടെ വരുമ്പോഴേക്കും ഏത് ഏജിലുള്ളതും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കാം. പാറ്റേൺ അനുസരിച്ച് ചെറിയ വേരിയേഷൻസിൽ. ക്ലോത്ത് ഇനിയിപ്പം വേറൊരു ക്ലോത്തിലാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ മെറ്റീരിയലിൻ്റെ വരും. പാറ്റേൺ അനുസരിച്ചിട്ടും ചേഞ്ച് വരും. അപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ സെയിം ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളറ്, ഇതിൻ്റെ സെയിം കളർ സാറ്റിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫങ്ഷൻസിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോരോ ഡിസൈൻസ് തിരഞ്ഞെടുത്തിട്ട് ചെയ്തെടുക്കാം. ഇത് ബേബി പിങ്ക്. ഇതൊക്കെ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഒരു പിങ്ക് മാനിയാണ്. നല്ല ബേബി പിങ്ക്, അതിലേക്ക് സിൽവർ ഷൈനിങ്. ഇത് നല്ല വിട്ടുള്ള മെറ്റീരിയലാണ്, ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഇത് പെർ മീറ്റർ 385 ആണ് വരുന്നത്. എല്ലാം സിൽവർ ഷൈനിങ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത ഡിസൈനേഴ്സിൻ്റെ ഒരു ക്രിയേഷനിൽ നമ്മൾ ചെയ്തെടുത്ത ഫ്രോക്കാണിത്. ഇതിന് സാറ്റിൻ ലൈനിങ് കൊടുത്തു, നല്ല പ്യുവർ കോട്ടൺ ക്ലോത്ത് ലൈനിങ് കൊടുത്തു, നല്ല ഒരു ഗാതേഡായിട്ട്. ഇത് ബാൻഡിലാണ്, 2 സൈഡിൽ നിന്നും ബോ ടൈ. അപ്പം നമുക്ക് ഷേപ്പിനനുസരിച്ചിട്ട് ടൈ ചെയ്തെടുക്കാം. ഈ ഫ്രോക്കിൻ്റെ പ്രൈസ് വരുന്നത് 2250. നല്ല ബ്ലൂ ആണ്. ഫാബ്രിക്
ആ ഒരു ക്ലോത്തിൽ തന്നെയുള്ള വേറെ വേറെ ആ ഡിസൈനിൽ തന്നെ വരുന്ന വേറെ കളർ ചേഞ്ച്. അപ്പോൾ ഇതിൽ വരുന്നത് നേവി ബ്ലൂ ആണ്. അതിനോട് ചേർന്ന് പോകുന്ന സ്റ്റാർ ഒരു സിൽവർ ഷൈനിങ്. ഇത് 60 ഇഞ്ച് വീതിയാണ്, ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. പെർ മീറ്റർ 395. ഇതിൻ്റെ സെയിം സാറ്റിനുണ്ട്, പല റേഞ്ചിൻ്റെ സാറ്റിനുണ്ട്. ഇത് ഒരു ഗ്രീൻ, മെഹന്തി ഗ്രീൻ. ഇതാണ്. ഫുൾ ഗൗണായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം, ചെറിയ ബേബി പാർട്ടി വെയർ ആയിട്ടുള്ള ബേബി ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം. ഏത് ഏജിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കാം. ഓൺലൈനിൽ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കതുപോലെ നമ്മുടെ ഓരോ ഫങ്ഷൻ വരുമ്പോഴേക്കും സെറ്റ് ചെയ്യാം. ഇത് ഡാർക്ക് കോഫി ബ്രൗൺ. ഇതിനും നല്ല ഷൈനിങ് ആണ്, ട്വിങ്കിൾ ഷൈനിങ് എന്നൊക്കെ പറയുന്ന പോലെ. ഇതായത് ആ സെയിം കളർ ടോൺ തന്നെയാണ് ആ ഒരു ഷൈനിങ് വരുന്നത്. ഇതതിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ച്, നല്ലൊരു പാർട്ടി വെയറായിട്ട്. ഇതിങ്ങനെ ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വിരിഞ്ഞ് നിൽക്കും. നമുക്കിതിൻ്റെ ഏറ്റവും ഇൻസൈഡായിട്ടുള്ള ലൈനിങ് കോട്ടൺ ക്ലോത്ത് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഇച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല പഫി ആയിട്ട് നിൽക്കും. ഇത് നല്ല ഗോൾഡൻ സാൻഡൽ കളറ്, ആ സെയിം കളർ ടോൺ തന്നെ ഷൈനിങ് വരുന്നു. ഇതാ ക്ലോത്ത് ഇങ്ങനെ പോകുന്നു, നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന്. ഇത് പിങ്ക്, ഇതിലോട്ട് സിൽവർ ഷൈനിങ് ആണ് വരണേ. ഒരു പിങ്ക് പീച്ച് കലർന്ന ഇതാണ് നല്ല വശം വരുന്നത്. ഇത് വൈറ്റ് വരുന്നു, വൈറ്റ്. ഇതിനിപ്പോൾ ഹോളി കമ്മ്യൂണിൻ്റെ ഒക്കെ ടൈമാണ്, കുറച്ച് മെലിഞ്ഞിട്ടൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് 60 ഇഞ്ച് വീതിയിലാണ് ഇതിൻ്റെ വർക്കും ക്ലോത്തും വരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ അമ്പറിലേക്കായിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ജോയിൻറ്റ് വരാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല റീസണബിൾ റേറ്റാണ്, 395. പിന്നെ ഇപ്പോൾ ഒരു വൈറ്റ് ബാപ്റ്റിസം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഞ്ഞ് പഫിയായിട്ട് ചെറിയ ഗാദേഡായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഇൻസൈഡിലേക്ക് പ്യുവർ കോട്ടണിലുള്ള മെറ്റീരിയൽ, സാറ്റിൻ പ്യുവർ കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ കുട്ടികളുടെ ഒരു ക്രിയേഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോത്താണ്. അതിൽ തന്നെ നമുക്ക് വീണ്ടും ഓർഗൻസയിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ചെറിയ സിൽവർ ഇതാണ് നല്ല വശം വരുന്നത്. നല്ല മഞ്ഞിലിങ്ങനെ ഒരു സിൽവർ ഷൈനിങ്, നല്ല ഭംഗിയുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ മമ്മ ആൻഡ് ഡോട്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ, ഓർഗൻസയാണ്, നല്ല ഓർഗൻസയാണ്, ഇതിന് നല്ല ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് മമ്മ ആൻഡ് ഡോട്ടർ എന്നുള്ള കോൺസെപ്റ്റിലും നമുക്ക് ഈ ബാപ്റ്റിസം സെറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു ക്ലോത്തിൽ തന്നെ, ഇത് ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻസയാണ്, ഇമ്പോർട്ടഡ് ആണ്. 60 ഇഞ്ച് വീതിയാണ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് മെറ്റീരിയൽ അധികം എടുക്കാതെ ക്ലോത്ത് ലാഭിക്കാം. 395 ആണ് പെർ മീറ്റർ വരുന്നത്. ക്രഷ്ഡ് ഓർഗൻസ. ഇതാണ് നല്ല വശം വരുന്നത്. ഇതൊക്കെ ഒരു ടോപ്പും ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള കുർത്ത, ദുപ്പട്ട, ബോട്ടം ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത്, അതുപോലെ ബേബി കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരു ചെറിയ ബേബി ഫ്രോക്ക്, അങ്ങനെ ഒരു കളർ തീമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പീച്ച് കളറ്, അതിൻ്റെ തന്നെ ഒരു പീച്ചിൽ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലേക്ക് ഷൈനിങ് വരുന്നു. വളരെ ക്ലാസി ആയിട്ടുള്ള, ഇപ്പോഴും കാണാത്ത തരത്തിലുള്ള ഒരു
ക്ലോത്താണ്, ഇമ്പോർട്ടഡ് ആണ്. ഇതൊരു ഡീപ്പ് ചിക്കു കളറ്. ഇതാണ് ശരിക്കും ഇങ്ങനെ റെയിൻ ഡ്രോപ്സ് പോലെ. ഇത് അതിൽ തന്നെ ഒരു ലാവൻഡർ മൗ, ഒരു ഡസ്റ്റി കളറിൽ ഇതിൻ്റെ സെയിം കളറിൽ തന്നെയുള്ള ഗൗണിൽ വരുന്ന ഗൗൺ സാറ്റിൻ വെച്ചിട്ട് നമ്മൾ ബേബി ഫ്രോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, ക്ലോത്താണ്. ഇത് നേവി ബ്ലൂ വരുന്നു. പുതിയ ക്ലോത്താണ്. ഇതിങ്ങനെ എപ്പോഴും നിന്നു പോകുന്ന ഒരു മെറ്റീരിയലാണ്. ഇതാണ് നല്ല മൈന്യൂട്ടായിട്ടുള്ളൊരു റെയിൻ ഡ്രോപ്സ് പോലെ ഇങ്ങനെ ഷൈനിങ്. ഇത് വീണ്ടും വൈറ്റിൽ ക്രഷ്ഡ് ക്ലോത്ത്, ക്രഷ്ഡ് ഓർഗൻസ. ഇത് രസമെന്ന് നോക്കിയേ. ഇങ്ങനെ കുട്ടികളുടെ ബേബി ഫ്രോക്സും ബാപ്റ്റിസം സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഹോളി കമ്മ്യൂണിയന് ചെയ്യാം. ആ ഒരു നമ്മളിങ്ങനെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെ, വളരെ ഭംഗിയുണ്ട്. ഇനി ഇത് വെഡ്ഡിങ് ഗൗണായിട്ട് ചെയ്താലും നല്ല ടൈലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്ലോത്താണ്. 60 ഇഞ്ച് വീതിയുണ്ട്. വൈറ്റിനൊരു പ്രത്യേക ഭംഗി. ഓഫ് വൈറ്റാണേ. ഇത് വീണ്ടും ഓർഗൻസയിൽ തന്നെ. ഇത് ത്രെഡ് കൊണ്ട് തന്നെയുള്ള ഒരു ക്ലോത്താണ്, ഇങ്ങനെ എംബോസിങ് പോലെ വന്നിട്ട്. ഓർഗൻസയാണ് ഫാബ്രിക്. ഇത് വരുന്നു ഇങ്ങനെ. ഇതൊക്കെ ടോപ്പ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സീത്രൂ ഒക്കെ ആയിട്ട് ചെയ്യുന്ന നല്ലൊരു ക്ലോത്താണ്. സ്ലീവ് സീത്രൂ ആയിട്ട് ചെയ്യാം. കോളർ നെക്ക് പോലെ ഇങ്ങനെ ജൂവൽ നെക്കിൻ്റെ തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു കുർത്ത ചെയ്യുവാണെങ്കിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കോളർ മാത്രം ഹൈലൈറ്റ് ചെയ്തുള്ള ഒരു വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, ഡീപ്പായിട്ടുള്ള നേവി ബ്ലൂ ആണ്, ജെറ്റ് ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഡീപ്പ് നേവി ബ്ലൂ. നമുക്ക് ഒറ്റ ലെയർ ഇട്ടാലാണ് ലൈനിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ടീനേജിനൊക്കെ ചെറിയ ഷോർട്ട് ടോപ്പൊക്കെ ചെയ്തിട്ട് സീത്രൂ ഒക്കെ ആയിട്ട് സ്ലീവൊക്കെ കൊടുത്ത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. കൊച്ചുകുട്ടികൾക്കും അമ്മമാർക്കും മമ്മ ആൻഡ് ഡോട്ടർ എന്നുള്ളൊക്കെ കോൺസെപ്റ്റിൽ ടീനേജിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെ റിപ്പീറ്റ് വരുന്ന നല്ലൊരു ക്ലോത്താണ്. ഒത്തിരി നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.